വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നന്നായി പോയി. അത് നന്നായി പോയി അല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത് എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ എവിടെ ഓടാത്ത പോലെ തിയേറ്ററിൽ ഓടാനല്ലേ നമ്മള് തിയേറ്ററിൽ ഓടാനാണല്ലോ. മാത്രമല്ല വേറെ എവിടെ ഓടാതെ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്തായാലും ഞാനത് ആ പടം കാണുന്നു. കരുതറിയോ, ഞാൻ തള്ളി മറിച്ചതിന്റെ ആധിക്യം എത്ര ഉണ്ടെന്ന് അറിയാൻ. പക്ഷെ തിയേറ്ററിൽ നിന്ന് പോയി ആ പടം തിരുന്നു പോയല്ലേ, OTT കിടക്കല്ലേ. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നം. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ അല്ല, ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്. സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. മാത്രല്ല ഈ OTT പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല, വിളിക്കാർ ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. സാറിന് എങ്ങനെ നിങ്ങളുടെ ഒരു രീതി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവോ? ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ വിളിച്ചിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചു കാലത്തേക്ക് വാ. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിലൂടെ പടം നല്ലതാണെന്ന് ഞാൻ തള്ളി മറിച്ചില്ലല്ലേ? ഇല്ലില്ല. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നോക്കിയാ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്? ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓടാനല്ലേ പടം ഇറക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ കുട്ടാ പ്ലീസ്.